അപ്പൊ നമ്മുടെ ലൈവില് അനുമോളും നൂറയും കൂടെ ഡ്രസ്സിംഗ് റൂമിലകത്തേക്ക് തലയണ എടുത്തുകൊണ്ട് പോയെന്നാണ്, സംഗതി ഉറങ്ങാൻ വേണ്ടി പോയതാണെന്നാണ് അവിടെയുള്ള സംസാരം. അപ്പോൾ ബിഗ് ബോസ് ഇത് കൈയോടെ പൊക്കി. സത്യം പറഞ്ഞാല് പൊക്കുക മാത്രമല്ല, വിളിച്ചു പറയുകയും ചെയ്തു. പറഞ്ഞതും വാണിംഗ് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയതും ക്യാപ്റ്റനായ ആദിലയോടായിരുന്നു. അപ്പൊ നമ്മുടെ ആദിൽ അവരെ പൊക്കാനായിട്ട് അവിടെ വന്നപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ, ഇവിടെ ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് ഒരാൾ മാത്രമേ ഒരു സമയത്ത് കയറാൻ പാടുള്ളൂ എന്ന്. ഇക്കാര്യം ഉറപ്പുവരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ആദിലയ്ക്ക് നല്ല ദേഷ്യം വന്നു. നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് കയറിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദിൽ അവരെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നമ്മുടെ നൂറയും അതുപോലെ തന്നെ അനുമോളും വയക്കൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് കണ്ടത്. അപ്പൊ നമ്മുടെ ആര്യന് അതുവഴി വരുന്നുണ്ട്. അങ്ങനെ ആര്യന് ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, എടി തള്ളെ, ഇനി മേലാൽ നീ ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് നൂറയെയും ആദിലയും കൊണ്ട് കയറിയാലുണ്ടല്ലോ എന്ന്. അപ്പൊ ആര്യന് നമ്മുടെ അനുമോളോട് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അനു ഒന്നും തിരിച്ചു പറയാതിരിക്കില്ലല്ലോ. അനുമോള് തിരിച്ചും പറയുന്നുണ്ട്, നീ ആരാടാ മാമ അത് ചോദിക്കാനെന്ന്. കൂടെ ഒരു കാര്യം കൂടെ അനുമോള് പറയുന്നുണ്ട്, അവൻ ഇത്തിരി സ്പ്രേ അടിച്ചു കൊടുക്ക്, കുളിക്കൂല്ല ജപിക്കുകയില്ല എന്ന്. എന്തായാലും ഇതൊക്കെ തന്നെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നൂറ സ്പ്രേ അടിച്ചു കൊടുക്കുന്നുമുണ്ട് അനുമോളുടെ വാക്കും കേട്ടിട്ട്. എന്തായാലും എന്താ ലൈവ് അടിപൊളിയാണ്.